കൊമേനി എന്ന് പറയുന്ന ആള് ആ ലീഡർ തുടങ്ങി. ഹി ഹാസ് എ ഇന്ത്യൻ കണക്ഷൻ. ഹൈദരാബാദുകാരനാണെന്ന് തോന്നുന്നു. ഹൈദരാബാദ് അല്ല. So what happened is that I think നമ്മുടെ ബോണ്ടയിലെ ആൾക്കാർ വന്ന സ്ഥലമാണോ ഇത്? കൊമേനിന്റെ ഫാമിലി പണ്ട് പേർഷ്യ തന്നെയായിരുന്നു. നമ്മുടെ ഖൊറാസാൻ പ്രൊവിൻസില് നിഷാപൂർ എന്നുള്ള സ്ഥലത്തായിരുന്നു അവരുടെ ഫാമിലി ഉണ്ട്. പിന്നെ നമ്മുടെ പ്രീ ബ്രിട്ടീഷ് എറയാണ്, അറൌണ്ട് 18th century, 18ാം നൂറ്റാണ്ടിൽ ആ സമയത്തുള്ള ടൈമിലാണ്. അന്ന് ആ ടൈമിൽ അറിയാലോ മുഗൾ എംപയർ ഒക്കെ ക്രംബിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഹൈദരാബാദ് സെപ്പറേറ്റ് ആയി. അവധ് എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് നമ്മുടെ UP. അവധ് ഇൻഡിപെൻഡന്റ് ആയി മാറി. അവിടുത്തെ നവാബുണ്ട്. അപ്പൊ അവർ കൂടുതൽ ഷിയാക്കളാണ്. അപ്പൊ ഇന്ത്യയിലെ ഷിയാക്കൾ കുറവാണ്, കൂടുതൽ സുന്നീസാണ് ഇന്ത്യയിൽ. അപ്പൊ പുള്ളിയുടെ കോർട്ടില് ഷിയാന്റെ പോപ്പുലേഷൻ കൂട്ടാൻ വേണ്ടി അത് നമ്മുടെ തിരുവിതാംകൂറിലെ തമിഴ്നാട്ടിൽ നിന്ന് ബ്രാഹ്മിൻസിനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത പോലെ അവധിലെ നവാബ് കുറെ ഷിയാസിനെ പേർഷ്യന്ന് ഇമ്പോർട്ട് ചെയ്തു, ഇമിഗ്രേറ്റ് ചെയ്തു. അവര് വന്നിട്ടാണ് നിഷാപൂർ എന്ന് വന്നിട്ട് നമ്മുടെ അവധില് നമ്മുടെ പ്രസന്റ് ലക്നൗ, അന്നത്തെ ക്യാപിറ്റൽ ലക്നൌവിന്റെ അടുത്ത് കിട്ടൂർ എന്ന് പറഞ്ഞൊരു സ്മോൾ ടൗണിലാണ് സെറ്റിൽ ആയത് അവരുടെ ഫാമിലി. ഇത് 1830 ആ ടൈമിലാണ്, ഏർലി 18th century. പിന്നെ ബ്രിട്ടീഷ് പവർ സ്ട്രോങ് ആയി വന്നപ്പോഴത്തേക്കും ഇനി ഇവിടെ വലിയ കാര്യമില്ലെന്ന് പറഞ്ഞ് കൊമേനിന്റെ പറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഐ തിങ്ക് ഇന്ന് മുഹമ്മദ് ഹിന്ദി എന്നങ്ങാണ്ട, പേര് പോലും ഹിന്ദി എന്നാണ് ലാസ്റ്റ്. മുഹമ്മദ് ഹിന്ദി എന്ന് പറഞ്ഞ ആള് അവിടുന്ന് ഇന്നത്തെ പ്രസന്റ് ഇറാഖിൽ അവരുടെ ഷിയ പിൽഗ്രിമേജിന് പോയി അറൌണ്ട് 1830 ആ ടൈമിൽ പോയിട്ട് പിന്നെ ആശാൻ പിന്നെ തിരിച്ചു പോയിട്ടില്ല. സോ ഒരു ചെറിയൊരു ഇന്ത്യൻ കണക്ഷൻ അവിടെ ഉണ്ട് കുമേനിക്ക്. പക്ഷെ അയാൾ ഇന്ത്യൻ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ അയാൾ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. അതുകൊണ്ട് പുറത്ത് വിടാൻ പറ്റത്തില്ല. അതെ, അപ്പൊ ഗ്രാൻഡ് ഫാദർ എല്ലാം അവിടെ ഇന്ത്യയിൽ ജനിച്ച ആളാണ്, ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ആളാണ്. പിന്നെ വന്ന ജനറേഷൻസ് കൊമേനി. സോ നമുക്ക് പ്രൗഡ് ആണെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് കൊമേനി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു മനുഷ്യനാണ്. പേഴ്സണലി, മൈ പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷെ ഒരു ഇന്ത്യൻ കണക്ഷൻ അവിടെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് വെച്ച് വയ്ക്കാം.